5 ഇൻറ്റു -0.5 ഇൻറ്റു -0.05. അപ്പോൾ ഇതിന്റെ ആൻസർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു നെഗറ്റീവ് നമ്പറിന്റെ കൂടെ ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവ് ആയിരിക്കും. ആ പോസിറ്റീവ് ആൻസറിന്റെ കൂടെ വീണ്ടും ഒരു നെഗറ്റീവ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ കിട്ടുന്ന ആൻസർ ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. ഇനി ഇവിടെ ഡെസിമൽ പോയിന്റ് ഒഴിവാക്കിക്കൊണ്ട് ഈ 3 സംഖ്യയും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ 5 ഇൻറ്റു 5 ഇൻറ്റു 5 ചെയ്യുമ്പോൾ 125 എന്ന് കിട്ടും. അപ്പോൾ 125 ഞാൻ ഇവിടെ എഴുതുവാണ്. ഇനിയാണ് ഞാൻ ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം ഒരു പ്ലേസ് ഉണ്ട്, ഇവിടെ ഡെസിമൽ പോയിന്റിന് ശേഷം 2 പ്ലേസ് ഉണ്ട്. അപ്പോൾ 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്ത് വേണം ഇവിടെ നമ്മൾ ആൻസറിൽ ഡെസിമൽ പോയിന്റ് കൊടുക്കാൻ. അപ്പോൾ 1 2 3 പ്ലേസ് മൂവ് ചെയ്ത് ഇവിടെ ഞാൻ ഡെസിമൽ പോയിന്റ് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ -0.125 എന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എത്രയാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക.